അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ലാവ് വയ്ക്കാൻ പറ്റാത്ത പാർട്ട് 2 ആക്കാൻ പറഞ്ഞത്. അപ്പോൾ പാർട്ട് 2 ആണ്. നല്ല ശബ്ദമുണ്ട്. കുറക്കട്ടെ. ഓക്കെ, ശബ്ദം നല്ല കുറച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇവിടെ നമ്മൾ ലാവ് വയ്ക്കാണ്ട് പറ്റാണ്ട് വേൾഡിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേറെ നല്ല സ്റ്റോറേജ് കൂടിയിട്ടാണ്. പിന്നെ അയങ്കോളം സ്പോണാവാതെ എന്താ വെച്ചാൽ ചൂടിയും ബെഡ് നമുക്കിവിടെ വെച്ച് കൊടുക്കണം. 22 അല്ല, നമുക്കൊന്നുകൂടി ബെഡ് വെച്ച് നോക്കാം. 2-3 കൂടി വെച്ച് നോക്കാം. എന്നിട്ട് നടക്കെങ്കിൽ സെറ്റാക്കാം. കുറച്ച് ബെഡ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ലാബും കൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ഇവിടെ വന്ന് സ്പോണം. എന്നിട്ട് നമുക്ക് പണിയാക്കും. നമുക്ക് കുറച്ച് സ്ലാബ് വെച്ച് കൊടുക്കാം. അവിടെ സ്ലാബ് ഓക്കെ, സ്ലാബ് വെച്ച് കൊടുക്കാം. സ്ലാബ് വെച്ച് കൊടുക്കാം. സ്ലാബ് ഇവിടുന്ന് ഇവിടുന്ന് ഓക്കെ, ഇവിടെ മൊത്തം സ്ലാബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പോണാവണില്ല. നമുക്ക് ഇവിടെ സ്ലാബ് വെക്കണതിൻ്റെ പോലെ ഇവിടെ കുറച്ച് വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ കുറച്ച് വില്ലേജസിൻ്റെ അതിൻ്റെ ഉള്ളിൽ സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് വർക്ക് സ്റ്റേഷൻസ് വെച്ചെടുക്കാം. വെറുതെ രണ്ടെണ്ണം മതിയാവുമോ? നമ്മൾ 2 ബെഡ് എക്സ്ട്രാ വെച്ചില്ലേ, അപ്പോൾ 2 മതിയാവും പോകുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്നും സ്പോണാവുന്നില്ലല്ലോ. കുറച്ചും കൂടി ഒരു ബെഡും കൂടി വെച്ച് നോക്കാം. നമുക്ക് ചിലപ്പോൾ സ്പോണാവുമല്ലോ. ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഫാമാണ്, കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു പച്ച വില്ലേജർ ഉണ്ടായി. പച്ച വില്ലേജർ പണിയെടുക്കാത്ത വില്ലേജർ എന്തെങ്കിലും ഉണ്ടാണോ? ഇതിൽ പൂച്ചകൾക്ക് കുറേ സ്പോണാവുന്നുണ്ട്. ഇനി വേർഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാണോ? ഞാൻ എൻ്റെ ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വർക്കാവണില്ല. നമുക്കെന്തായാലും ബാക്കി പരിപാടി നോക്കാം. നമ്മളെന്താ കാട്ടേണ്ടത് വെച്ചിട്ടാ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് നമ്മളിതിൻ്റെ ചുറ്റോറും ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെസ്റ്റും പിന്നെ മറ്റേ സാധനം വേണം. ചെസ്റ്റും പിന്നെന്താ വേണ്ടത്? ചെസ്റ്റ് വേണം. പിന്നെ മറ്റേ ഹോപ്പർ വേണം. ഹോപ്പർ കിട്ടി. ശബ്ദമൊക്കെ മാറി. ഇതിങ്ങനെയല്ലേ വെക്കണം മോനെ, ഇങ്ങനെ വെക്കണം. ഓക്കെ, ഈ ഹോപ്പർ എടുത്തിട്ട് ഒന്ന് ക്രൗച്ച് ചെയ്യേണ്ടി വരും. ക്രൗച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചിട്ട് ഹോപ്പർ എടുക്കുക. ഇങ്ങനെ വെക്കുക, അങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇനി ഇവിടെ പൊട്ടിക്കാം. ഈ പൊട്ടിക്കാനെ പറഞ്ഞ് വെക്കാനല്ല പറഞ്ഞ്. ഓക്കെ, ഇനി നമുക്കത് കാട്ടണം. മഴ പെയ്തിട്ട് ഓക്കെ, ഇത്രയുള്ള നമ്മുടെ അയൺ ഫാമിൻ്റെ വീഡിയോ. ഇവിടെ അങ്ങനെ ബ്ലോക്ക് കൊണ്ട് കവർ ചെയ്യാം ആണെങ്കിൽ പറയാം. ഇവിടെ മൊത്തം കവർ ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ സ്പോൺ ഉണ്ടാ നോക്കാം. ഇതിൻ്റെ മുകളിൽ സ്ലാബൊക്കെ നോട്ടാ, ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്ന് സ്പോണാൻ ചാൻസ് ഉണ്ട്.
ഇവിടെ സ്ലാബ് വെച്ചു. നമ്മൾ അവിടെ മൊത്തം സ്ലാബ് ഇട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി സ്ലാബ് ഇടണം നമുക്ക്. എനിക്ക് ഇവിടെ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ രണ്ടിടത്തും സ്ലാബ് ഇടണം. പിന്നെ ഇവിടെ ഞാൻ കുറച്ചും കൂടി വർക്ക് സ്റ്റേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നല്ല ലാഗും കിട്ടാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്ത് ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഒരു അടിപൊളി കൺഫേം ഒന്നും പറയാൻ പറ്റില്ല. അയണൊന്നും വരുന്നില്ല. ഞാൻ അയൻകോളം വരുന്ന സമയത്ത് വീഡിയോ ഓണാക്കാം.